الله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. പ്രിയപ്പെട്ടവരെ, മരിക്കുക എന്നതും ആർക്കും അറിയില്ല, അനിശ്ചിതമാണ്. അപ്പോൾ ഈ കിട്ടിയ സൗഭാഗ്യം അത് ഏറ്റവും നന്നായി തികവോടെ മികവോടെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിലെ ഈ അസുലഭ മുഹൂർത്തത്തിൽ നമ്മൾക്കുണ്ടാവേണ്ടത്, ഉണ്ടായിത്തീരാൻ മാനസികവും ശാരീരികവുമായ മുന്നൊരുക്കം ആവശ്യമാണ്, ആത്മപരിശോധന ആവശ്യമാണ്. എന്നിട്ട് നമ്മൾ അറഫയിലേക്ക് ചെല്ലണം. അറഫയിൽ പോകുന്നതിന് മുമ്പേ ചെയ്യേണ്ടതായ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. അത് ഓരോരുത്തരും വ്യക്തിപരമായി ചെയ്യണം. അതിലൊന്നാണ് തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ. നിഷ്കളങ്കമായ ഉള്ളുരുകിയ തൗബ നമ്മൾ ചെയ്തിരിക്കണം. കഴിയുന്നത്ര വിശുദ്ധി ആ അർത്ഥത്തിൽ തൗബയിലൂടെ നമ്മൾ ആർജിച്ചെടുക്കണം. വിശുദ്ധമായ മനസ്സും വിശുദ്ധമായ ശരീരവുമാണ് നമ്മൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് ഇഹ്റാമിലാണ്. അള്ളാഹു ഇങ്ങനെ ഒരു സൗഭാഗ്യം തന്നതിൽ നമ്മൾ അള്ളാഹുവിനെ അകമഴിഞ്ഞ് സ്തുതിക്കണം, നന്ദി രേഖപ്പെടുത്തണം. അങ്ങനെ നന്ദി രേഖപ്പെടുത്തിയാൽ അത് നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇനിയും ഇനിയും കിട്ടാൻ സഹായമാകും. ലഇൻ ശകർത്തും ലഅസീദന്നക്കും. നിങ്ങൾ നന്നായി നന്ദി കാണിക്കുന്ന പക്ഷം, ശുക്ർ ചെയ്യുന്ന പക്ഷം, ലഅസീദന്നക്കും, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്നത് അള്ളാഹുവിൻ്റെ ഉറപ്പാണ്. അപ്പം നമ്മൾ ശുക്രിൻ്റെ ഒരു മനസ്സ് ഉണ്ടായിരിക്കണം. തൗബ, ശുക്ർ, ഇത് രണ്ടും ചേരുമ്പോൾ ഉണ്ടാകുന്ന തഖ്വ, അതും ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചത്. ഇഹ്റാം ഒരു വേഷം മാറൽ അല്ലല്ലോ. ഇഹ്റാം ഒരു വല്ലാത്ത നിലവാരത്തിലേക്ക്, വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് നമ്മൾ ഉയർന്നു പോകുന്ന ഒരവസ്ഥയാണ്. ഇതുവരെ ഹലാലായിരുന്നതും ഒരുപക്ഷെ പുണ്യകരമായിരുന്നതും ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഈ ഇഹ്റാമിൽ കടന്നതോടുകൂടി നമുക്ക് ഹറാമായിരിക്കുക. ഈ അവസ്ഥയിൽ നമുക്കുണ്ടാകേണ്ടുന്നൊരു തിരിച്ചറിവ്, ഇതുവരെ ഹലാലായത്, പുണ്യകരമായത് എന്തുകൊണ്ട് നിഷിദ്ധമായി എന്നൊരാൾ ചോദിച്ചാൽ കൃത്യമായൊരു മറുപടി ഉണ്ടാകണം. അത് ഇതാണ്: എൻ്റെ ജീവിതത്തിൽ പാടുണ്ട്, പാടില്ല, പറ്റും, പറ്റില്ല, എപ്പോൾ ആവാം, എപ്പോൾ ആയിക്കൂടാ, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഞാനോ എന്നെപ്പോലുള്ള മറ്റാരെങ്കിലോ അല്ല. എല്ലാം ഉടയ തമ്പുരാൻ്റെ കൃത്യമായ നിർദ്ദേശത്തിനും നിയമത്തിനും വിധേയമായിട്ടാണ്. ഉടയ തമ്പുരാനായ ഇലാഹായ അള്ളാഹു നിഷിദ്ധം എന്ന് പറഞ്ഞാൽ അത് നിഷിദ്ധം തന്നെ. അതിനപ്പുറം ഒരു യുക്തിവിചാരമോ ന്യായവാദമോ പ്രസക്തമേ അല്ല. ഉടയോൻ പറഞ്ഞിരിക്കുന്നു, ആകയാൽ നിഷിദ്ധം. അതാണ് അതിൻ്റെ മറുപടി. ഇതിൻ്റെ മിനി പതിപ്പാണ് നമ്മൾ 5 നേരത്തെ നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം. അവിടെയും ഇഹ്റാമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പരസ്പര ബന്ധിതവും പരസ്പര പൂരകവുമാണെന്ന്. അപ്പോൾ ഈ ഇഹ്റാമിന് വലിയ പൊരുളുണ്ട്. ഇതിൽ ഒരുപാട് സന്ദേശം, തത്വങ്ങൾ ഉള്ളടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മനസാ വാച കർമ്മണ ആവഹിച്ചു കൊണ്ടായിരിക്കണം ഇനി അങ്ങോട്ട് നീങ്ങേണ്ടത്. അടിസ്ഥാനപരമായി അള്ളാഹു മാത്രമാണ് നമ്മുടെ ഉടയോൻ, റബ്ബ്, ഇലാഹു. അങ്ങനെ പറയുമ്പോൾ സ്വയം വ്യക്തമാകുന്ന ഒരു വസ്തുതയാണ്, നമ്മൾ അടിമയാണെന്നത്. അള്ളാഹു മാത്രമാണ് എൻ്റെ ഇലാഹ്, എൻ്റെ റബ്ബ് എന്ന് ഞാൻ
മനസാ വാചാ കർമ്മണ ആവർത്തിച്ചാവർത്തിച്ച് ഉറപ്പിക്കുമ്പോൾ അതിൻ്റെ മറുവശം ഞാൻ തീർത്തും ഒരടിമയാണ്. അത് മറ്റാരുടെയെങ്കിലും അടിമയല്ല, രാജാതിരാജനായ അർഹമുർ-റാഹിമിനായ ഏകമഹാശക്തിയുടെ അടിമയാണ്. അപ്പം നമുക്ക് ആ ബോധം വേണം. നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന പല ജാതി ഉത്കൃഷ്ട ചിന്തകളും പൊങ്ങച്ച വിചാരങ്ങളും ഒക്കെ ഇഹ്റാമിലേക്ക് കടക്കുന്നതോടുകൂടി ഇറങ്ങിപ്പോകണം. അപ്പോഴാണ് നമ്മുടെ ഇഹ്റാം വേഷത്തിനനുസരിച്ച് വിശുദ്ധമാകുന്നത്. അപ്പോൾ നമ്മുടെ വിശുദ്ധമായ വേഷം, വിശുദ്ധം മാത്രമല്ല വിനയാന്വിതമായൊരു വേഷം, തമ്പുരാന്റെ സന്നിധാനത്തിൽ അതീവ വിനയാന്വിതനായി ലളിത വേഷത്തിൽ നമ്മൾ പോവുകയാണ് നാളെ അറഫക്ക് വേണ്ടി. അപ്പോൾ ഈ ധരിച്ച ഇഹ്റാം എൻ്റെ അന്ത്യയാത്രയിൽ ഞാൻ എന്നെ അണിയിക്കുന്ന കഫം പുടവയോട് സദൃശമാണ്. ഒരുപക്ഷെ ഒരു കഷ്ണം തുണി കൂടും എന്നത് മാറ്റി നിർത്തിയാൽ കഫം പുടവയുടെ വേഷമാണ് ഞാൻ അണിഞ്ഞിട്ടുള്ളത്. നാളെ ഞാൻ പോകുന്നത് മഹ്ശറെ ഓർമ്മിപ്പിക്കുന്ന ഭൂമുഖത്തെ മിനി മഹ്ശറയാകുന്ന അറഫയിലേക്കാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന നമ്മുടെ സഹോദരങ്ങൾ, അതിൽ പല പ്രകൃതക്കാരുണ്ട്, പല ഭാഷക്കാരുണ്ട്, പല വർണ്ണക്കാരുണ്ട്. ഇവരെല്ലാം ഒരേ ഒരു യജമാനൻ്റെ ഇലാഹിൻ്റെ അടിയാറുകൾ എന്ന നിലക്ക് നാളെ സമ്മേളിക്കുകയാണ്. അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഉദ്ഗ്രഥനം, ഒരു ഒരുമ, ഒരു ഏകീകരണം നാം സ്വാംശീകരിക്കേണ്ട ഒന്നാണ്. തൗഹീദിൻ്റെ വിളംബരമാണ് നാളെ നടക്കാൻ പോകുന്നത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ, ഏകീകരണം, ഉദ്ഗ്രഥനം എന്നത് അതിൻ്റെ ആശയമാണ്. വിശുദ്ധമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തെങ്ങുമുള്ള വിശ്വാസികളുടെ പ്രതിനിധികളായി നാളെ അറഫയിൽ ദശലക്ഷങ്ങൾ ഒരേ വേഷത്തിൽ ഒരേ മന്ത്രം ഉരുവിട്ടുകൊണ്ട് തമ്പുരാനോടുള്ള അടിമത്വം, വിധേയത്വം വിളംബരം ചെയ്തുകൊണ്ട് സമ്മേളിക്കുകയാണ്. അങ്ങനെ സമ്മേളിക്കുമ്പോൾ അവിടെ മറ്റെന്തെങ്കിലും കർമ്മങ്ങൾ വിശേഷാൽ ഇല്ല. പതിവായി നമസ്കരിക്കുന്ന നമസ്കാരം അൽഹംദുലില്ലാഹ് നമ്മൾ ജീവിതത്തിലുടനീളം നിർവഹിച്ചതും ഇനി അങ്ങോട്ട് നിർവഹിക്കേണ്ടതുമായ നമസ്കാരം, അതുപോലും നാളെ ജമ്മും കസറുമാണ്. ആ ജമ്മും കസറും ആക്കിയിരിക്കുന്നത് വളരെ വിശിഷ്ടമായ മറ്റൊരു കർമ്മത്തിന് നമുക്ക് കൂടുതൽ സന്ദർഭവും സൗകര്യം കിട്ടാനും കൂടിയാണ്. നിസ്കരിപ്പിക്കാൻ വേണ്ടി ആരെയും അങ്ങോട്ടേക്ക് വിളിപ്പിച്ചിട്ടില്ല. വിളിച്ചിട്ടുള്ളത് ഈ സമ്മേളനത്തിലേക്കാണ്. ഈ സമ്മേളനം മഹ്ശറയിൽ വിചാരണയ്ക്ക് സമമായ ഒരു സമ്മേളനമാണ്. മഹ്ശറയിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലമാണ്. ഇതുപോലെ ഭൂമിയിൽ എല്ലാ വിശ്വാസികളും ഇവിടെ, വിശ്വാസികളുടെ പ്രതിനിധികൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്, ദശലക്ഷങ്ങൾ. മഹ്ശറയിൽ രാജതമ്പുരാനായ ഉടയതമ്പുരാനായ അള്ളാഹുവാണ് നമ്മെ വിചാരണ ചെയ്യാൻ പോകുന്നത്. അവിടുത്തെ വിചാരണ വളരെ കർക്കശമാണ്. തെളിവുകൾ പല നിലക്കും നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെടും. ഭൂമി സംസാരിക്കും, നമ്മുടെ കൈകാലുകൾ സംസാരിക്കും, അങ്ങനെ പലതും സംസാരിക്കും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചർമ്മങ്ങൾ പോലും സംസാരിക്കും. നമ്മുടെ ദേഹത്തിലൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്ന് നമ്മൾ അവിടെ നിന്നാണ് തികച്ചും നന്നായി മനസ്സിലാക്കുക. എല്ലാത്തിൻ്റെ രേഖകൾ അയ്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദിഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ എന്ന് യാസീൻ അല്ലാഹ് പറഞ്ഞു. ഇതേ ആശയം തന്നെ മറ്റു സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ചർമ്മങ്ങൾ സംസാരിക്കുമ്പോൾ ഈ ചർമ്മത്തെ സുന്ദരമായി അതീവ മനോഹരമായി നിലനിർത്താൻ വിഹിതവും അവിഹിതവുമായി എന്തെല്ലാമോ കാട്ടിക്കൂട്ടിയ ഞാൻ
എൻ്റെ ചർമ്മത്തോട് ചോദിക്കുകയാണ്, ലിമ ഷഹിത്തും അലൈന, എല്ലാം നീ എനിക്ക് എതിരായിട്ടാണ്. അപ്പം അങ്ങനെയുള്ളൊരു വിചാരണ നടക്കുന്ന മഹ്ശറ ഉറപ്പായും വരാനുണ്ട്. ആ മഹ്ശറയെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കണം നാളത്തെ നമ്മുടെ സംഗമം, ഒരുമിച്ചുകൂടൽ. അപ്പോൾ അവിടെ അള്ളയും അള്ളാഹിൻ്റെ മലക്കുകളും അള്ളാഹ് തയ്യാറാക്കിയ അനിഷേധ്യമായ തെളിവുകളൊക്കെ ഉണ്ട്. ഇവിടെ ഞാൻ എന്നെ വിചാരണ ചെയ്യുന്നു. അതാണ് മർമ്മം, പ്രധാനമായ വ്യത്യാസം. വേറെയും ചില വ്യത്യാസങ്ങളുണ്ട്. അവിടെ സൂര്യൻ 1 മൈൽ അകലത്തിലാണ് ഉണ്ടാവുക. അത്രയും തീഷ്ണമായ ഒരവസ്ഥയിലായിരിക്കും. അങ്ങേയറ്റത്ത് അത്യുഷ്ണം അനുഭവിക്കുന്ന, ദാഹാർത്തരായി കഴിയുന്ന ഒരു വല്ലാത്ത അവസ്ഥ. അല്ലാഹു തആല ആ നാളിൽ നമുക്കൊക്കെ ആശ്വാസം നൽകുമാറാകട്ടെ. നാളെ നമ്മുടെ മഹ്ശറിൽ നമുക്ക് അള്ളാഹു ഇളവുകൾ നൽകിയ നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ ഇവിടെ നാം നമ്മെ വിചാരണ ചെയ്യണം. അതാണ് നാളത്തെ കർമ്മം. വലിയ ആൾക്കൂട്ടമാണെങ്കിലും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഞാൻ എൻ്റേതായ ഏകാന്തതയുടെ ഒരു തുരുത്ത് സ്വയം സൃഷ്ടിച്ചുകൊണ്ട്, സ്വയം കണ്ടെത്തിക്കൊണ്ട് ഞാൻ എന്നെ കണിശമായി വിചാരണ ചെയ്യണം. അതിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. നമ്മൾ ഇതിനകം പലപ്പോഴായി തൗബ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ആ തൗബയിലൊക്കെ ചില മർമ്മങ്ങൾ എന്തെല്ലാമോ കാരണത്താൽ നമ്മൾ സ്പർശിക്കാതെ വെക്കും. അങ്ങനെയാണ്. അത് അടക്കട്ടെ, നമുക്ക് പിന്നെ ശരിയാക്കാം എന്ന് പറയുന്ന ഒരു നീട്ടിവെക്കുന്ന ഒരു മനസ്ഥിതി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നാളെ നടക്കുന്ന ആത്മവിചാരണയിൽ, ആത്മപരിശോധനയിൽ, ആത്മാർത്ഥമായ പശ്ചാത്താപം തേടുന്ന ആ മഹൽ പ്രവർത്തനത്തിൽ നമ്മുടെ ജീവിതത്തിലെ അതീവ രഹസ്യമായി എന്ന് നമ്മൾ കരുതുന്ന ഒരു മർമ്മവും നാം സ്പർശിക്കാതെ പോകരുത്. നമ്മിൽ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത, എന്നാൽ എല്ലാം അറിയുന്നവനായ അള്ളാഹുവിന് നന്നായി അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ചിലത് നമ്മൾ മറന്നാലും അള്ളാഹിൻ്റെ രേഖയിൽ അത് കൃത്യമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള റബ്ബിൻ്റെ ഒരു വിചാരണ നാളെ നടക്കാനിരിക്കുമ്പോൾ ഇന്ന് ഞാൻ എന്നാലാവും വിധം അങ്ങേയറ്റത്തെ ഉള്ളൊരുക്കത്തോടുകൂടി എന്നെ വിചാരണ ചെയ്യണം. ആ വിചാരണക്കാണ് നാം നാളെ പോകുന്നത്, നമ്മെ സ്വയം വിചാരണ ചെയ്യാൻ. ഈ വിചാരണയിലൂടെ നമുക്ക് കിട്ടുന്ന തിരിച്ചറിവിൻ്റെ പേരാണ് അറഫ. അറഫ എന്ന വാക്കിൻ്റെ പൊരുൾ, ഞാൻ അർത്ഥം എന്ന വാക്ക് ഉപയോഗിക്കാത്തത് അതിനേക്കാൾ കുറച്ചുകൂടി കൃത്യം പൊരുൾ എന്ന് പറയാനാണ്. അറഫയുടെ പൊരുൾ തിരിച്ചറിവാണ്. ഒരുപാട് തിരിച്ചറിവുകൾ നമുക്കുണ്ടാകേണ്ട ദിവസമാണ് നാളെ. ഞാൻ എൻ്റെ ഗതകാല ജീവിതത്തിൻ്റെ ചരിത്രം, റീലുകൾ അപ്പാടെ നിരത്തി വെച്ചിട്ട് ചിക്കിച്ചികഞ്ഞ് ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ പരിശോധിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന തിരിച്ചറിവുകളുണ്ട്. ഒരുപക്ഷെ പലപ്പോഴും ഉണ്ടായിട്ടില്ലാത്ത തിരിച്ചറിവ്. ഇവിടെ ഭൂമിയിൽ, നാട്ടിൽ നമ്മൾ പല ജാതി ചുറ്റുപാടുകളുടെ ബന്ധനത്തിലായിരുന്നു. ആ ബന്ധനമൊക്കെ ഈ ഇഹ്റാമോടുകൂടി നമ്മൾ നീക്കിയിരിക്കുന്നു. ആരോടും വിധേയത്വമില്ലാതെ, ആരോടും പകയില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ, അള്ളാഹുവിൻ്റെ അടിയാൻ എന്ന ഒരു ഉള്ളുരുകിയ വിചാരത്തോടുകൂടി ഞാൻ എന്നെ പരിശോധിക്കുകയാണ്. മുമ്പ് പലപ്പോഴും പരിശോധിക്കുമ്പോൾ എൻ്റെ ചില നിലപാടുകൾ, എൻ്റെ ചില ബന്ധങ്ങൾ, എൻ്റെ ചില താല്പര്യങ്ങളൊക്കെ അവിടെയും ഇവിടെയും വിലങ്ങായിട്ടുണ്ടായിരുന്നു. നാളത്തെ വിചാരണയിൽ അങ്ങനെയുള്ള ഒരു വിലങ്ങുകളും ഒരു പ്രതിബന്ധങ്ങളും നമുക്കുണ്ടാവാതിരിക്കട്ടെ. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ നമ്മൾ ആത്മവിചാരണ നടത്തുമ്പോൾ ഒരുപാട് തിക്ത സത്യങ്ങൾ, അപ്രിയ സത്യങ്ങൾ നമ്മുടെ മുമ്പിൽ, നമ്മുടെ മനോമുകുരത്തിൽ തെളിഞ്ഞു വരും. അങ്ങനെ തെളിഞ്ഞു വരുമ്പോഴൊക്കെ അള്ളാഹുവിനോട് ഉള്ളുരുക്കത്തോടുകൂടി താണ് കേണ് മാപ്പിനപേക്ഷിക്കേണ്ടതുണ്ട്.
ഒരുപക്ഷെ കഴിയുമെങ്കിൽ നമ്മൾക്ക് പല പ്രധാനപ്പെട്ട പല അബദ്ധങ്ങൾ, അപാകതകൾ, തിന്മകളൊക്കെ ഉണ്ടാവുമല്ലോ, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഓർത്തോർത്ത് തേങ്ങിക്കരഞ്ഞുകൊണ്ട് റബ്ബിനോട് താഴ് കേൾ അപേക്ഷിക്കാനുള്ള അസുലഭ മുഹൂർത്തമാണ് നാളെ കിട്ടാൻ പോകുന്നത്. അത് അങ്ങനെ തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ വ്യാപൃതരാവാൻ ഇടവരാതെ പരമാവധി അതങ്ങനെ ഉപയോഗപ്പെടും. എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ നിഷ്കപടമായി കാര്യങ്ങൾ ഏറ്റുപറയുകയും തേങ്ങിക്കരഞ്ഞുകൊണ്ട് മാപ്പിനായി കേണപേക്ഷിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ദിവസമാണ് നാളെ. അപ്പോൾ നമ്മൾ പലതും തിരിച്ചറിയും, അത് അന്ന് അങ്ങനെ വേണ്ടായിരുന്നു. ഇന്നേ സഖാവിൻ്റെ പിടുത്തത്തിൽ, അല്ലെങ്കിൽ ഇന്നേ സുഹൃത്തിൻ്റെ പിടുത്തത്തിലായതുകൊണ്ടാണ് എനിക്കങ്ങനെ നിൽക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇന്ന താല്പര്യങ്ങളാണ് എന്നെ അത്രയും വലിയ അപകടത്തിലെത്തിയത്. അല്ലെങ്കിൽ ഇന്ന ആളുകൾ എന്നിൽ ദുസ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇന്ന ദൗർബല്യങ്ങൾ എന്നെ അപകടത്തിലാക്കിയിട്ടുണ്ട്, അബദ്ധത്തിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ 100 തിരിച്ചറിവുകൾ, ചെറുതും വലുതുമായത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ സത്യസന്ധമായി നമ്മുടെ അകം കാലിയാക്കും വിധത്തിൽ എല്ലാം പുറത്തിട്ടിട്ട് ചിക്കിച്ചികഞ്ഞി അള്ളാഹിനോട് ഏറ്റു പറയണം. അത് അവനവൻ്റെ ഭാഷയിൽ അവനവന് സാധിക്കുന്നത്ര ആത്മാർത്ഥമായിട്ട്. തൽവിഷയത്തിൽ ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനകളോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച അല്ലെങ്കിൽ പഠിപ്പിച്ച അല്ലെങ്കിൽ പരിശീലിപ്പിച്ച ദുആകളോ ഒക്കെ ഉപയോഗപ്പെടുത്താം. ഇനി ദുആകളൊന്നും ഇല്ലെങ്കിലും ഒരു പൊട്ടന് പോലും സാധിക്കുന്നതും സാധിക്കേണ്ടതുമാണ് ആത്മവിചാരണ. ഈ ആത്മവിചാരണ മണിക്കൂറുകളോളം നീണ്ടു വെക്കും. ഇൻഷാ അള്ളാഹ് നാളെ ളുഹറും അസറും ജമ്മും കസറുമായി നിസ്കരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പേ നമ്മളോട് എത്തിക്കഴിഞ്ഞാൽ അന്നേരം നമുക്ക് സാധിക്കുന്നത്ര ദിക്റും ദുആയൊക്കെ നടത്താം. ഒക്കെ നല്ല കാര്യമാണ്. പക്ഷെ ളുഹർ മുതൽ മഗ്രിബ് വരെയുള്ള ആ സമയം, ഏതാണ്ട് 6 മണിക്കൂറിലേറെ വരുന്ന ആ സമയം ഒട്ടും പാഴാക്കാതെ പരമാവധി ഭക്തിപൂർവം പ്രാർത്ഥനാപൂർവം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ഈ 5-6 മണിക്കൂറുകൾ ആത്മപരിശോധനയും പ്രാർത്ഥനയും ദിക്റും പശ്ചാത്താപവും ഒക്കെ ആയിട്ട് നമ്മൾ കഴിച്ചു വിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറിപ്പിടിക്കുന്നത് ഈ 6 മണിക്കൂറിനിടയിൽ നമുക്ക് മുഷിപ്പോ മടുപ്പോ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് ചിലപ്പോൾ ദിക്റിലേക്ക്, മറ്റു ചിലപ്പോൾ സ്വലാത്തിലേക്ക്, മറ്റു ചിലപ്പോൾ ഖുർആൻ പാരായണത്തിലേക്ക് മാറി മാറി വരും. എപ്പോൾ ഏത് അനുഷ്ഠാനങ്ങളിൽ നമ്മൾ വ്യാപൃതരായാലും അപ്പോഴൊക്കെ ഒരു പശ്ചാത്താപ വിവശമായ പടച്ചവനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ല മനസ്സാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഒരുപാട് പൈശാചിക ദുർബോധനങ്ങൾ വരാം ഏകാന്തതയിലും. ഖുർആൻ പറഞ്ഞല്ലോ സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ അവസാനത്തിൽ, ഹമസാത്തു ശയാത്തീൻ, അത് നമ്മൾ ശ്രദ്ധിക്കണം. പിശാച് പല കോലത്തിൽ വരും. ചിലപ്പോൾ നമുക്ക് അർഹതയില്ലാത്ത, നമുക്കുണ്ടാവാൻ പാടില്ലാത്ത ഒരു ഉത്കൃഷ്ട ചിന്ത വരെ പിശാച് നമ്മളിൽ അങ്കുരിപ്പിച്ചേക്കാം. കരുതിയിരിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ എന്ന് സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ ഒടുവിൽ അള്ളാഹു പഠിപ്പിച്ച പ്രാർത്ഥനയും നമ്മൾ ഏറ്റു ചെല്ലണം. അറഫയിലെ ഏറ്റവും വിശിഷ്ടമായ പ്രാർത്ഥനയും സിക്റുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാണ്. അതിൽ യുഹയ്യു യുമീത്ത് ചേർന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആധികാരികമായ രേഖകളിൽ അധികവും ഇങ്ങനെയാണ് വന്നത്. ഇനി ഇടയ്ക്ക് മറ്റേതും പറയാം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹയ്യു യുമീത്ത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതിൽ
വളരെ സുപ്രധാനമായ കുറേ കാര്യങ്ങൾ ഞാൻ പ്രതിജ്ഞാപൂർവം പ്രാർത്ഥനാപൂർവം ഏറ്റുപറയലാണ്. ഈ ഏറ്റുപറയലും ഒരു പശ്ചാത്താപമാണ്, ഒരു പ്രാർത്ഥനയാണ്, ഒരു പ്രതിജ്ഞയുമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു തആല അല്ലാതെ ഒരു ഇലാഹില്ല. ഇലാഹ് എന്നാൽ അതിൻ്റെ പൊരുള് ഉടയോൻ എന്നാണ്. അപ്പോഴാണ് അല്ലാഹ് ഉടയനാണെങ്കിൽ ഞാൻ അടിയാൻ, ഞാൻ ഭർത്താവാണെങ്കിൽ അവൾ ഭാര്യ എന്ന് പറയും പോലെ, അത് എൻ്റെ മകനാണെങ്കിൽ ഞാൻ പിതാവാണ് എന്ന് പറയും പോലെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, അവൻ ഏകനാണ്, ഒരർത്ഥത്തിലും ഒരു പങ്കാളിയും ഒരു ഘട്ടത്തിലും അവന് ഇല്ല. അവൻ്റെ അധികാരാവകാശങ്ങൾ, അവൻ്റെ ഗുണവിശേഷങ്ങൾ അത് അവന് മാത്രമാകുന്നു, മറ്റാർക്കും ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക്, അവനിക്കാകുന്നു ആധിപത്യം, സർവാധിപത്യം. എല്ലാം എപ്പോഴും അവൻ്റെ ആധിപത്യത്തിന് കീഴിലാണ്, അവൻ്റെ അധികാരത്തിന് കീഴിലാണ്. വലഹുൽ ഹംദ്, സർവസ്തുതിയും. ഈ അലിഫ്ലാമി ഇസ്തിഗ്റാഖുൽ ജിൻസിൻ്റെയാണ്. സർവസ്തുതി കേവലമായി പറഞ്ഞു പോയാൽ പറ്റില്ല. എന്താണ് ഈ സർവസ്തുതി? സ്തുതി ഇനത്തിൽ 3 പറയാം നമുക്ക്. ഒന്ന്, അല്ലാഹു തആല അള്ളാഹനെ സ്തുതിച്ചതുണ്ട്, ഖുർആനിൽ കാണാലോ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. അങ്ങനെ അല്ലാഹു തആലയെ സ്തുതിച്ചിട്ടുണ്ട്. 2 പടപ്പുകൾ, സൃഷ്ടികൾ അള്ളാഹുവിനെ സ്തുതിക്കുന്ന സ്തുതി. 3 പടപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും സ്തുതിക്കാറുണ്ട് സാന്ദർഭികമായി. ഈ ഇനത്തിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അന്തിമ വിശകലനത്തിൽ അല്ലാഹു തആലക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് ഞാൻ ഏറ്റുപറയാണ്. ഒരുപക്ഷെ എന്നെ പലരും പ്രശംസിച്ചിട്ടുണ്ട്. നല്ല ഓർമ്മശക്തിയാണ്, അല്ലെങ്കിൽ നല്ല ബുദ്ധിശക്തിയാണ്, അതല്ലെങ്കിൽ മറ്റൊരാളെ പറ്റി നല്ല സുന്ദരനാണ്, അതല്ലെങ്കിൽ അയാളുടെ ശബ്ദം മാധുര്യമുള്ളതാണ്, എൻ്റെ കയ്യക്ഷരം വളരെ നല്ലതാണ്. ഇങ്ങനെ പല വകുപ്പിലും പല ഇനത്തിലുമായി നമ്മൾ പലപ്പോഴും പലരെയും സ്തുതിക്കുകയും ചിലപ്പോൾ നമ്മൾ സ്തുതിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇങ്ങനെ സ്തുതീനത്തിലുള്ള എല്ലാം എപ്പോഴും അല്ലാഹു തആലക്കാണ്. വലഹുൽ ഹംദ് എന്ന് പറയുമ്പോൾ ആ ഒരു തികഞ്ഞ ബോധം നമുക്കുണ്ടാകും. നമ്മളാരും സ്തുതിക്കപ്പെടാൻ അർഹതയില്ലാത്തവരാകുന്നു. താൽക്കാലികമായി സാന്ദർഭികമായി മാത്രം നടത്തുന്നതാണെങ്കിലും അതുപോലും അന്തിമ വിശകലനത്തിൽ അല്ലാഹു തആലക്ക് പൂർണ്ണമായും അവകാശപ്പെട്ടതാണ്, അവന് മാത്രം അവകാശപ്പെടും. ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും എപ്പോഴും കഴിവുറ്റവനാണ്, ഒരു പരിധിയും പരിമിതിയും ഇല്ലാതെ എല്ലാറ്റിനും എപ്പോഴും അങ്ങേയറ്റം പൂർണ്ണതയോടുകൂടി കഴിവേറിയവനാണ്. അപ്പോൾ അല്ലാഹു തആല ആ അർത്ഥത്തിൽ ഓരോ ദിക്റും ഈ ധൃതി പിടിക്കുന്നതിനപ്പുറം പൊരുളറിഞ്ഞ് ഹൃദയപൂർവ്വം ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാര്യം ഹൃദയപൂർവ്വം ചെയ്യുക എന്നതിൽ വളരെ പ്രാധാന്യമുണ്ട്. അഥവാ നമ്മളുടെ ചുണ്ടുകൾ ചലിക്കുമ്പോൾ അതിൻ്റെ അനുരണനങ്ങൾ നമ്മുടെ കൽബിലും ഉണ്ടായിരിക്കണം. നമ്മുടെ കൽബും ചുണ്ടും ഒപ്പത്തിനൊപ്പം പങ്കുവയ്ക്കുന്ന ഒരു ദിക്ർ അവിടെ പതിവാകേണ്ടതുണ്ട്, അവിടെ ആവർത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ദിക്റായും ദുആകളായും മറ്റ് വിശിഷ്ട കർമ്മങ്ങൾ, ഖുർആൻ പാരായണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലാം, അതുൾപ്പെടെ മാറി പലവട്ടം ചെയ്ത് നമ്മൾ സന്ധ്യയോടെടുക്കുമ്പോൾ നമ്മളൊരു പരുവത്തിലെത്തണം. ആകെ നമ്മൾ ഉള്ളികളെല്ലാം പുറത്തിട്ട് ശുദ്ധമാക്കി. ശരീരത്തിൽ അങ്ങനെ ചില പ്രക്രിയ നടന്നാൽ നമുക്ക് അനുഭവപ്പെടുന്നൊരവസ്ഥ ഉണ്ടല്ലോ. ശരീരത്തിൽ ഉള്ളിലുള്ളതെല്ലാം പുറത്തെടുത്ത് ശുദ്ധീകരിക്കുമ്പോൾ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും, ചിലപ്പോൾ ഒരു തളർച്ച വരെ ഉണ്ടാവും. ഇതിലുപരി, ഇതുപോലെ എന്നല്ല, ഇതിലുപരി നമ്മളിൽ ഒരു വലിയ മാറ്റമുണ്ട്. ആ മാറ്റം അല്ലാഹു തആല നല്ലതായ ആ മാറ്റം നമുക്ക് ലഭ്യമാക്കുമാറാകട്ടെ. അപ്പം അങ്ങനെ നമ്മൾ തിരിച്ചറിവുകളുമായിട്ടാണ് സന്ധ്യ എടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ കുറേ അബദ്ധങ്ങൾ, അപാകതകൾ, അശ്രദ്ധകൾ
അതെനിക്കുണ്ടാക്കിയ പ്രയാസങ്ങൾ ഞാനത് എല്ലാം കരുണാവാരിധിയായ എൻ്റെ റബ്ബിനോട് ഏറ്റു പറഞ്ഞ് പടച്ചവനെ ഇനി ഞാനത് ആവർത്തിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത് പടച്ചവനെ ഇതെല്ലാം നീ എനിക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ച് പിന്നെയും പ്രാർത്ഥിച്ച് പ്രതിജ്ഞാപൂർവം നമ്മൾ സന്ധ്യയിലേക്ക് നീങ്ങണം. സന്ധ്യയിലേക്ക് നീങ്ങുന്നതോടുകൂടി അറഫയോട് നമ്മൾ വിടവാങ്ങും. പക്ഷെ അറഫയോട് വിടവാങ്ങിയാലും അറഫയിൽ നിന്ന് കിട്ടിയ തിരിച്ചറിവ് നമുക്ക് കൈമോശം വരാൻ പാടില്ല. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാവാറുണ്ട്. അത് പലപ്പോഴും കൈമോശം വന്നിട്ടുണ്ട്. അപ്പം അറിവിനേക്കാൾ അപ്പുറമാണ് തിരിച്ചറിവ്. തിരിച്ചറിവ് അർത്ഥപൂർണമാകണമെങ്കിൽ തിരുത്തുകൾ വേണം. തിരിച്ചറിവ് അർത്ഥപൂർണമാകുന്നത് തദടിസ്ഥാനത്തിൽ സത്യസന്ധമായി തിരുത്തുകൾ വരുത്തുമ്പോഴാണ്. അപ്പോൾ ഈ തിരിച്ചറിവായിട്ടാണ് പിരിയുന്നത്. ഒരു അസ്വസ്ഥതയുണ്ട് ജീവിതത്തിൽ. പലപ്പോഴും പലതും കൈമോശം വന്നവരാണ് നമ്മൾ. പല മൂല്യങ്ങളും പല തിരിച്ചറിവുകളും എന്തിനേറെ പല നല്ല ശീലങ്ങൾ പോലും കാലത്തിൻ്റെ കറക്കത്തിൽ കൈമോശം വന്നവരാണ് നമ്മൾ. അത് നമ്മളൊരു അസ്വസ്ഥതയായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അസ്വസ്ഥമായ എന്നാൽ പാശ്ചാത്താപ വിവശമായ ഒരു മനസ്സുമായിട്ടാണ് അറഫയോട് നമ്മൾ വിടവാങ്ങുന്നത്. ഈ തിരിച്ചറിവ് നമുക്ക് കൈമോശം വരാൻ പാടില്ല എന്ന് ദൃഢപ്രതിജ്ഞ ഉണ്ടാണ്. ഇനിയൊരു അസുലഭ സന്ദർഭം കിട്ടൂല. ഈ നാളത്തെ പകൽ ഭൂമുഖത്തെ പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പകലാണ്. രാവുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ലൈലത്തുൽ ഖദറിൻ്റെ രാവാണ്. എന്നാൽ പകലിൽ വെച്ച് ഏറ്റവും വിശിഷ്ടവും വിശുദ്ധവും പുണ്യനിർഭരവുമായത് അറഫയുടെ പകലാണ്. ഈ പകലിൽ വാനലോകത്ത് ഒന്നാം ആകാശത്തിലേക്ക് അള്ളാഹുവും അവൻ്റെ മുഖറബീങ്ങളായ മലക്കുകളുടെ ഒരു പരിവാരം ഇറങ്ങി വന്നിട്ട് മലക്കുകളോട് അള്ളാഹു തആല അഭിമാനപൂർവം ഈ അറഫയിൽ സമ്മേളിച്ച വിനീതദാസരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു ചില വർത്തമാനങ്ങൾ പറയുന്നതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കും, അവരെന്താണ് വന്നത്, അവരെന്താണ് നിന്ന് കാക്ഷിക്കുന്നത്? പടച്ചവനെ, അവർ നിൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ച് ആണ് അവർ സമ്മേളിച്ചിട്ടുള്ളത്. ആ മലക്കുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹു തആല അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ കാരുണ്യം പാപമോചനമായും കാരുണ്യമായും വിളംബരം ചെയ്യും. അപ്പോൾ മലക്കുകളിൽ ചിലർ പറയുമത്രേ, ആ കൂട്ടത്തിൽ ആ മഹാകേടിയും ഉണ്ടിട്ടോ, മറക്കാനാവാത്തത്ര ക്രൂരമായ തിന്മകൾ ചെയ്ത ചില പ്രത്യേക ആളുകളെ ചൂണ്ടിപ്പറയും. അപ്പോൾ അല്ലാഹു തആല ഈ ദിവസത്തിൻ്റെ പുണ്യം മുൻനിർത്തി അവനും ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് പറയുവോളം വിശാലമായ അങ്ങേയറ്റം കരുണ ചൊരിയുന്ന ഒരു ദിവസമാണ്. ഇബ്ലീസ് അസ്വസ്ഥമാകുകയാണ്. കാരണം ആ ചങ്ങായി ഒരുപാട് മെനക്കെട്ടിട്ടാണ് നമ്മെ ഒരുപാട് ചതിക്കുഴിയിൽ ചാടിച്ചതും തിന്മകളിൽ അകപ്പെടുത്തിയതും ഒക്കെ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ പരിശ്രമമൊക്കെ ഈ ഒരു സുദിനത്തിൽ ഒലിച്ചില്ലാതാകുകയാണ്. അതിൽ അസ്വസ്ഥനാണ് ഇബ്ലീസ്, പരവശനാണ്. ഇബ്ലീസ് അസ്വസ്ഥനും പരവശനുമാകുന്ന ഒരു സുദിനമാണ് നാളെ. അതുകൊണ്ട് ആ നാളത്തെ സുദിനം അതിൻ്റെ എല്ലാ പുണ്യത്തോടുകൂടിയും എല്ലാ മഹത്വത്തോടുകൂടിയും ഉൾക്കൊള്ളാൻ തദടിസ്ഥാനത്തിൽ ഉത്സാഹപൂർവം അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ അമാദിക്കരുത്. അങ്ങനെ നമ്മൾ ചെയ്തിട്ട് സന്ധ്യയോടുകൂടി വിടവാങ്ങുമ്പോൾ നമ്മളുള്ളത് ആകപ്പാടുള്ളത് നേരത്തെ പറഞ്ഞ തിരിച്ചറിവുകളാണ്. ഈ തിരിച്ചറിവുകളുമായി തെൽബിയത്തിൻ്റെ മന്ത്രം ചൊല്ലിക്കൊള്ളു. ആ തെൽബിയത്തൊക്കെ ഹൃദയപൂർവ്വം ചൊല്ലണം. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക് എന്ന് പറയുമ്പോൾ ഓരോ പദത്തിലും അന്തർഭവിച്ചിട്ടുള്ള ആശയം ആവഹിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. തെൽബിയത്തിൽ എന്താണുള്ളത്? തമ്പുരാൻ്റെ വിളിക്ക്
അടിയാൻ ഉത്തരം നൽകുന്ന വിനീതഭാവം. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. അപ്പോൾ ഇത് ആയിട്ട് ഈ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് മുസ്ദലിഫയിലേക്ക് പോവുകയാണ്. മുസ്ദലിഫക്ക് ഖുർആൻ പറഞ്ഞ പേര് മഷ്അറുൽ ഹറാം എന്നാണ്. ഷഈറ എന്ന് പറഞ്ഞാൽ ബോധമുണ്ടാവുക, ശരിയായ ബോധം ഉണ്ടാകുക. മഷ്അർ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ബോധം അങ്കുരിക്കുന്ന സ്ഥലം. സജദയിൽ നിന്ന് മസ്ജിദ് ഉണ്ടായതുപോലെയുള്ള ഒരു നാമമാണ്. അപ്പോൾ മുസ്ദലിഫയിലും വേറെ എന്തെങ്കിലും വിശിഷ്ട കർമ്മങ്ങളൊന്നുമില്ല. ഉള്ള കർമ്മം പതിവായി ചെയ്യുന്ന ആ നമസ്കാരം ജമ്മും കസറുമായിട്ട് മഗ്‌രിബും ഇശാഉം നിസ്കരിക്കും. പിന്നെയും നമ്മൾ കിട്ടിയ തിരിച്ചറിവ് കൈമോശം വന്നേക്കുമോ എന്ന വേവലാതിയോട് പിന്നെയും പ്രാർത്ഥിക്കും. അപ്പം മുസ്ദലിഫയിൽ എനിക്കൊരു ബോധമുണ്ടാവും. തിരിച്ചറിവ് ബോധമായി മാറുന്ന സ്ഥലമാണ് മഷ്അറുൽ ഹറാം അഥവാ മുസ്ദലിഫ. തിരിച്ചറിവുകൾ തീവ്രമായ നല്ല ഒരു ബോധമായി ട്രാൻസ്ഫോം ചെയ്യുന്ന സ്ഥലമാണ്, സന്ദർഭമാണ് മഷ്അറുൽ ഹറാം അഥവാ മുസ്ദലിഫ. ഈ മഷ്അറുൽ ഹറാമിന് ഞാൻ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാലാവുന്നൊരു പരിഹാര പ്രവർത്തനം, എനിക്ക് പറ്റിയ അബദ്ധങ്ങൾക്ക്, എനിക്ക് സംഭവിച്ച വ്യതിയാനങ്ങൾക്ക്, എനിക്കുണ്ടായ അശ്രദ്ധകൾക്ക് ഒക്കെ ഞാൻ അള്ളാഹിനോട് ഏറ്റു പറഞ്ഞതോടൊപ്പം ഇനി ആവർത്തിക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്തോടൊപ്പം ഒരു പ്രായശ്ചിത്തം കൂടി നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതിതാണ് എന്നെ പിഴപ്പിച്ച പിശാച്. അതേത് പിശാചാൻ തിരക്കടില്ല. ശയാത്തീനൽ ജിന്നി വൽ ഇൻസ്, ജിന്നിലും ഇൻസിലും പെട്ട പിശാചുക്കൾ ഇനി മറ്റാരെയും ചതിക്കാനിടവരരുത്. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ ഉടപ്പിറപ്പുകളെ, എൻ്റെ മക്കളെ, എൻ്റെ പേരക്കുട്ടികളെ, എൻ്റെ മരുമക്കളെ, എൻ്റെ സുഹൃത്തുക്കളെ, അങ്ങനെ ആരെയും ഈ ശപിക്കപ്പെട്ട പിശാച് ഇതുപോലെ വഞ്ചിക്കാൻ, ചതിക്കുഴികളിൽ അകപ്പെടുത്താൻ ഇടവരുത്തരുത്. ആകയാൽ അത്തരം ദുശക്തികൾക്കെതിരെ, ജിന്നിലും ഇൻസിലും പെട്ട ദുശക്തികൾക്കെതിരെ ഇനി എൻ്റെ ശിഷ്ടകാല ജീവിതം ആ തിന്മയുടെ ദുശക്തികൾക്കെതിരെയുള്ള പോരാട്ടമായിരിക്കും. ഒരു പോരാട്ട വീര്യമാണ് മുസ്ദലിഫയിൽ നിന്ന് ഇൻഷാ അല്ലാഹ് നമ്മളിൽ രൂപപ്പെടേണ്ടത്. അള്ളാഹു എനിക്കും നിങ്ങൾക്കൊക്കെ അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ തിന്മക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞാൻ പോരാട്ടത്തിൻ്റെ പ്രാരംഭ ബിന്ദു എന്ന നിലക്ക് 7 കല്ല് അവിടുന്ന് ശേഖരിക്കുകയാണ്. തുടർന്ന് വീണ്ടും പ്രാർത്ഥനകളും ദിക്റുകളും ഒക്കെ കഴിഞ്ഞ് സുബഹിയോടുകൂടി അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പേ യഥാസൗകര്യം നമ്മൾ മിനയിലേക്ക് പോവുകയാണ്. മിനയിലെത്തി പോരാട്ടത്തിൻ്റെ വികാരത്തോടുകൂടി തിന്മക്കെതിരെയുള്ള കടുത്ത ഒരു മനസ്സുമായി നമ്മൾ നീങ്ങുക. ജംറയിൽ പോയി ദുശക്തികൾക്കെതിരെ, ദുഷ്പ്രേരണകൾക്കെതിരെ, ദുർവികാരങ്ങൾക്കെതിരെ, അങ്ങനെ എല്ലാത്തിനുമെതിരെ, എൻ്റെ ഉള്ളിലുള്ള ശൈത്താനി, എനിക്ക് പുറത്തുള്ള ശൈത്താനി, ജിന്നിൽപ്പെട്ട ശൈത്താനി, ഇൻസിൽപ്പെട്ട ശൈത്താനി, എല്ലാറ്റിനും എതിരായിട്ട് ഞാൻ പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കല്ലുകൾ ഒന്നൊന്നായി ജംറയിൽ എറിയുന്നു. എറിഞ്ഞു തീരുന്നത് കൂടി എനിക്കൊരാശ്വാസമാണ്. അൽഹംദുലില്ലാഹ്, എൻ്റെ ഈ വിശുദ്ധമായ പോരാട്ടത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഞാനിതാ വിജയിച്ചിരിക്കുന്നു. ആ സന്തോഷത്താൽ ഞാൻ തക്ബീറാണ് ചെല്ലുന്നത്. തെൽബിയത്ത് ചൊല്ലിപ്പോയ ഹാജി അഭിമാനപൂർവം, സന്തോഷപൂർവം തക്ബീർ ചൊല്ലി മടങ്ങുന്നത് അതിൻ്റെ പൊരുളറിഞ്ഞാൽ ഒരു വല്ലാത്ത വികാരം നമ്മളിലുണ്ടാക്കും. തെൽബിയത്ത് ചൊല്ലിപ്പോയ ഹാജി തക്ബീർ ചൊല്ലി മടങ്ങുകയാണ്. പിന്നെ തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. തവാഫുൽ ഇഫാദയും സഅയും മുടിയെടുക്കലും വലി, അതിൽ 5 കാര്യത്തിൽ 2 or 3 അന്ന് തന്നെ ചെയ്താൽ ബാക്കി 2 വേണമെങ്കിൽ സാവകാശവും ചെയ്യാം. അതൊക്കെ നമ്മുടെ യഥാസൗകര്യം. അള്ളാഹിൻ്റെ ദീനിൽ വളരെ എളുപ്പമുണ്ട്. ഇന്ന ദീന യുസ്റുൻ ലാ ഉസ്റുൻ, ഈ ദീൻ എളുപ്പമാണ്, ഒരിക്കലും ക്ലിഷ്ടമല്ല, സങ്കീർണമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നബിയോട് പലരും വന്ന് പറഞ്ഞു, ഞാൻ ആദ്യം മുടിയെടുത്ത് എന്നിട്ടാണ് എറിയാൻ പോയത്. വേറൊരാൾ പറഞ്ഞു,
എറിഞ്ഞ ഉടനെ മുടിയെടുക്കുന്നതിന് മുന്നേ ഞാൻ അറക്കാൻ പോയി. ഇങ്ങനെ ഓരോരുത്തരും ഈ 5 കാര്യങ്ങളിൽ ചിലതാദ്യം ചിലത് പിന്നെ ചെയ്തപ്പോൾ എല്ലാവരോടും നബി സാരമില്ല, കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ഇതിലൊരു യുക്തിയുണ്ട്. എല്ലാവരും ഒരേ കാര്യം ഒരേ സമയം ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ അസാധാരണമായ ദുരിതമുണ്ടാവും. യഥാസൗകര്യം ഈ 5 കാര്യങ്ങൾ ചെയ്യുക. അതിൽ 2 കാര്യമെങ്കിലും എന്തായാലും നടക്കും. കല്ലെറിയൽ എന്തായാലും എറിഞ്ഞേ തീരും. പിന്നെ മുടിയെടുക്കാം, അറക്കേണ്ടതാണെങ്കിൽ അറിവിന് ഏർപ്പാടുണ്ടാക്കും. അപ്പോൾ 2-3 കാര്യങ്ങൾ നടക്കും. അതോടുകൂടി നമ്മൾ വേഷം മാറും. വേഷം മാറിയാലും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ മീനായിൽ തന്നെ ഉണ്ടാകും. അള്ളാഹിൻ്റെ നിർദ്ദേശമാണ്. എന്ത് തിരക്കുണ്ടായാലും തിരക്കുള്ള നമ്മളവിടെ ഉണ്ടാവണം. തെക്കുബീർ ചൊല്ലിക്കൊണ്ട് അവിടെ കഴിഞ്ഞുകൊള്ളണം. അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്ത. നമ്മുടെ മനസ്സിൽ ഞാൻ എറിഞ്ഞോടിച്ച പിശാച് എന്നേക്കുമായി പോയോ? അതല്ല, ആ ശപിക്കപ്പെട്ട ദുശക്തി മറ്റൊരു വേഷത്തിൽ, മറ്റൊരു രൂപത്തിൽ, മറ്റൊരു വിലാസത്തിൽ, മറ്റേതെങ്കിലും വഴിക്കുകൂടെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമോ? വരാനിടയുണ്ട്. കാരണം ബദറിൽ നമ്മൾ പരാജയപ്പെടുത്തിയ ദുശക്തി അവർ ദയനീയമായി പരാജയപ്പെട്ടു പോയതാണ്. എന്നിട്ടും അടുത്ത വർഷം പുതിയ ആയുധങ്ങളും പുതിയ തന്ത്രങ്ങളുമായി ഉഹദിൽ അവർ വീണ്ടും വന്നത് ചരിത്രമാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എറിഞ്ഞോടിച്ച പിശാച് വന്നേക്കാം. അപ്പം അടങ്ങിയിരിക്കാൻ പാടില്ല. 11-ാം തീയതിയും 12-ാം തീയതിയും പറ്റുമെങ്കിൽ 13-ാം തീയതിയും നമ്മൾ പ്രാർത്ഥനാപൂർവം, പ്രതിജ്ഞാപൂർവം, ഞാൻ വെറുതെ പറയല്ല, ഇത് 2 പ്രയോഗം, പ്രാർത്ഥനാപൂർവം പ്രതിജ്ഞാപൂർവം തുടരുക. തുടർന്ന ദിവസങ്ങളിൽ 3 പോയിന്റുകളിൽ എറിയുന്നുണ്ട്. അങ്ങനെ 3 ദിവസമായാൽ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ റബ്ബ് പറയും, കരുണാഭാരതിയായ അർഹമുർറാഹിമീനായ റബ്ബ് പറയും, പ്രിയപ്പെട്ട ഹാജി, നീ തളർന്നിട്ടുണ്ട്, നീ ക്ഷീണിതനാണ്, നീ ചടച്ചിട്ടുണ്ട്, മുഷിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നിനക്ക് തൽക്കാലം ഈ ഇവിടെ നിർത്താം. പക്ഷെ ഒന്നുണ്ട്, ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയാൽ നിന്റെ ഈ മരണം വരെ തുടരണം. എന്ന് പറഞ്ഞാൽ തിന്മക്കെതിരെ, ജാഹിലിയത്തിനെതിരെയുള്ള ഈ പോരാട്ടം മനസ്സ് കൈമോശം വരാതെ എപ്പോഴും എവിടെയും നീ തുടരണം. ഏതുപോലെ നമ്മളെ മക്കൾ സ്റ്റഡി റൂമിൽ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും. ക്ലോക്ക് നോക്കി 11 മണി വായനയിൽ തന്നെയാണ്, 12 ഞാൻ ഇറങ്ങി വരും എന്നിട്ട് പറയും, മോനെ പോയി ഉറങ്ങിക്കും, ഇന്നിത്ര മതി. പക്ഷെ ഒരു കാര്യമുണ്ട്, നാളെ സുബഹിക്ക് ശേഷം നീ വീണ്ടും പഠനം തുടരണം. ഏതാണ്ട് ഈ വികാരത്തോടെ അർഹമുർറാഹിമീനായ റബ്ബ് നമ്മെ അവിടെ സമാധാനിപ്പിച്ച് പിരിച്ചുവിടുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരു പോരാട്ട വീര്യം, തിന്മക്കെതിരെയുള്ള നിരന്തരമായ പോരാട്ട വീര്യം സ്വാംശീകരിച്ചിട്ടായിരിക്കണം മടങ്ങേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ നവജാത ശിശുവിൻ്റെ വിശുദ്ധിയോടുകൂടി നമ്മൾക്ക് മടങ്ങാൻ സാധിക്കുക. നമ്മൾ അനുഷ്ഠിക്കുന്ന ബലിയിലായാലും മുടി എടുക്കുക എന്ന തലമുണ്ടനത്തിലായാലും ഒക്കെയുള്ള ഒരു വികാരം കൂടി പറയാതെ പൂർത്തിയാവുകയില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞതാണ്, എല്ലാം നിൻ്റെതാണ്, എൻ്റേതായ ഒന്നുമില്ല. ഇന്നൽ ഹംദ വന്നിഅമത, അനുഗ്രഹങ്ങളും, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, ആധിപത്യം എല്ലാം നിൻ്റെതാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റേതായ ഒന്നുമില്ല എന്നതാണ് അതിൻ്റെ മറുവശം. അപ്പോൾ അള്ളാഹ്ക്ക് ചോദിക്കാം, നിൻ്റെ ഈ പ്രസ്താവന നീ എങ്ങനെയാണ് ഇവിടെ പ്രാവർത്തികമാക്കാൻ പോകുന്നത്? അള്ളാഹു തആല എൻ്റെ ഒരു കൈ അവിടെ മുറിച്ച് മാറ്റി പോരണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടവനാണ്. കാരണം ഇതെല്ലാം അള്ളാഹ് തന്നതാണ്, എല്ലാം അള്ളാഹ് തന്നതാണ്, എൻ്റേതായ ഒന്നുമില്ല. പക്ഷേ അള്ളാഹു തആല വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അടിയാറുകളോട് അങ്ങേയറ്റത്തെ അലിവുള്ളവനാണ്. ആകയാൽ പൊന്നു വെക്കേണ്ടടുത്ത് പൂ വെക്കാന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്നതുപോലെ
നമ്മുടെ സമർപ്പണത്തിൻ്റെ, ത്യാഗസന്നദ്ധതയുടെ അടയാളം എന്ന നിലക്കാണ് നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ഭാഗമെന്ന് പലപ്പോഴും നമ്മൾ കരുതിയ നമ്മുടെ മുടി ഒഴിവാക്കുന്നത്. പോയാൽ പിന്നെയും വരുന്ന ഒരു സാധനം നമ്മുടെ സന്നദ്ധതയുടെ, ത്യാഗസമർപ്പണത്തിൻ്റെ ഒരു മനസ്സോടുകൂടി നമ്മൾ ഒഴിവാക്കണം. അറിവ് നടത്തുമ്പോഴും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാമിന് ബലി കൊടുക്കാൻ സന്നദ്ധനായ ആ സംഭവം നമ്മളിൽ ഓർമ്മയുണ്ടാകണം. അത് വല്ലാത്തൊരു സംഭവമാണ്. ആകാശ ലോകത്തെ മലക്കുകളെല്ലാം സ്തംഭിച്ച് അമ്പരന്ന ഒരു മുഹൂർത്തമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ ഓമന പുത്രൻ്റെ കഴുത്തിൽ കടാര ഇറക്കിയ ആ രംഗം. അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയ രംഗം. ഖദ് സദ്ദഖ്ത റുഇയാ, ഇബ്രാഹീമേ, നിനക്ക് സ്വപ്നം വഴി നൽകിയ ആജ്ഞ അങ്ങ് പാലിച്ചിരിക്കുന്നു, സാക്ഷാത്കരിച്ചിരിക്കുന്നു. അപ്പം ആ സംഭവത്തിൻ്റെ ഓർമ്മ നിലനിർത്താൻ, ആ വിചാരവും വികാരവും നിലനിർത്താൻ വഫദൈനാഹു ബിസുബ്ഹിൻ അലീം എന്ന് അവിടെ തന്നെ പറഞ്ഞല്ലോ. മറ്റൊരു ബലിമൃഗത്തെ നൽകി അള്ളാഹു അവിടെ നടപ്പാക്കിയത് നാമും ഇവിടെ നടപ്പാക്കാണ്. നമ്മുടെ പ്രിയപ്പെട്ടത് എന്തും ത്യജിക്കാൻ തയ്യാറാണ് എന്നതായിരിക്കണം നമ്മുടെ ബലിയുടെ ആത്മാവ്. അല്ലാതെ മാംസദാനം എന്ന കേവല ചിന്തയിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. ഓരോരു സംഗതിക്കും അതിൻ്റേതായ ഉയർന്ന പൊരുളുണ്ട്, ഉത്കൃഷ്ടമായ ആശയമുണ്ട്. അത് ആവഹിക്കുന്നിടത്താണ് നമ്മുടെ വിജയം. ഹജ്ജിൽ എല്ലാവർക്കും ഒരേ അനുഭവമല്ല ഉണ്ടാവുക എന്നത് അനുഭവ സത്യമാണ്. ഓരോരുത്തരുടെയും തയ്യാറെടുപ്പ്, ഓരോരുത്തരുടെയും ഉള്ളൊരുക്കം, ഓരോരുത്തരുടെയും സന്നദ്ധത, ഇതിനനുസരിച്ച് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാവാം. ഏതായാലും പരമാവധി നന്മകൾ ആർജിച്ചുകൊണ്ട് പുതിയൊരു മനുഷ്യനായി മടങ്ങി വരാൻ അർഹമുർ റഹീമിനായ റബ്ബ് നമ്മൾക്കെല്ലാവർക്കും, ഈ ലോകത്ത് ഹജ്ജിന് സമ്മേളിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് കാര്യം പറയുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ വിശ്വസാഹോദര്യം, ഇസ്ലാം ഒരു വിശ്വമതവും മുസ്ലിങ്ങൾ ഒരു വിശ്വസമുദായവുമാണെന്നുള്ള ആ വലിയ സത്യം വിളംബരം ചെയ്താണ് നമ്മുടെ ഹജ്ജ് മൊത്തം, അറഫ വിശേഷിച്ചു. അപ്പോൾ ഈ സന്ദർഭത്തിൽ ലോകത്തുള്ള എല്ലാ സത്യവിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അത് ഖുർആൻ്റെ ആഹ്വാനമാണ്. ഖുർആൻ്റെ ആഹ്വാനമാണ്. അതുകൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചയും അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് എന്ന് ദ്വാരക്കുന്നത്. ഖുർആൻ കൃത്യമായി ആഹ്വാനം ചെയ്താണ് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിൽ തുല്യതയില്ലാത്ത വിധം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വിവരണാതീതമായ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഗസയിൽ, അതുപോലെ മറ്റ് പ്രദേശങ്ങളിലെ സഹോദരങ്ങളെയും നമ്മൾ ഓർക്കണം. ഇങ്ങ് കാശ്മീരിലായാലും ചൈനയിലെ ഉയ്ഗൂറിലായാലും മ്യാൻമറിലായാലും പലയിടത്തും അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന, ഒരു മര്യാദക്ക് ഒരൊത്ത് നമസ്കരിക്കാനുള്ള മനസ്സമാധാനം പോലും ഇല്ലാത്ത, ഇസ്ലാമിൻ്റെ ആചാരങ്ങളോ ആഘോഷങ്ങളോ മര്യാദക്ക് അതിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കാനുള്ള സൗകര്യമോ സാഹചര്യമോ ഇല്ലാത്ത ഗസയിലെയും ഉയ്ഗൂറിലെയും മ്യാൻമറിലെയും അതുപോലുള്ള എല്ലാ സ്ഥലങ്ങളിലെയും സാധുക്കൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളും അസ്തിത്വ ഭീഷണിയിലാണ്. പൗരത്വം മാത്രമല്ല, നമ്മുടെ പള്ളികൾ, നമ്മുടെ വഖഫുകൾ പോലും ഭീഷണിയിലാണ്. അള്ളാഹു എല്ലാത്തിനും കൈവിട്ടവരാണ്. അള്ളാഹു ഇതിനെയൊക്കെ മാറ്റിമറിച്ച് മുഅ്മിനീങ്ങൾക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷ കൈവിടരുത്. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ സൽഫലമുണ്ട്. അതായത് നമ്മൾ മറ്റൊരാളുടെ കാര്യം പറയുമ്പോൾ പ്രത്യേകം ചുമതലപ്പെടുത്തപ്പെട്ട മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
ഞാൻ ഗസയിലെ സഹോദരൻ്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ മലക്ക് പറയും ആമീൻ വലക മിസ്ലു, അതേ നിന്റെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ, നിന്റെ കാര്യങ്ങളും അതുപോലെ ശുഭകരം ആയി നല്ലതായി ഭവിക്കട്ടെ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ, മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, നമ്മൾ പലരും ദുആ വസീയത്ത് ചെയ്തിട്ടുണ്ട്, അതുൾപ്പെടെ പ്രാർത്ഥിച്ചാൽ നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്ന ഒരു സൗഭാഗ്യത്തെപ്പറ്റി നമ്മൾ ഓർക്കണം. ഇതുവഴി നമ്മളിടയിൽ വല്ലാത്തൊരു ഒരുമ, വല്ലാത്തൊരു ഇണക്കം, വല്ലാത്തൊരു ഉദ്ഗ്രഥനം സുസാധ്യമാകുന്നുണ്ട് എന്നതും മറക്കരുത്. അല്ലാഹു തആല നമ്മൾക്കെല്ലാവർക്കും മഖബൂലും മബ്രൂറുമായ ഹജ്ജ് സാധിപ്പിച്ചു തരുമാറാകട്ടെ. നാളത്തെ ദിവസത്തെ ഓരോ നിമിഷവും അങ്ങേയറ്റം ഫലപ്രദമായ രീതിയിൽ, പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നൽകി അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാം നല്ല നിലയിൽ പൂർണ്ണതയോടെ തികവോടെ മികവോടെ അനുഷ്ഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ നിർത്തുകയാണ്. ഓർമ്മയുണ്ടെങ്കിൽ പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.